So good morning all. Today we are going to discuss about rating scale. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ക്വസ്റ്റനെയർ എന്താണ് എന്ന് കണ്ടു. പിന്നെ വേറെ എന്താണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്? ഇന്റർവ്യൂ എങ്ങനെയാണ് എന്നുള്ളത് ഡിസ്കസ് ചെയ്തു. ഓക്കെ, ഈ രണ്ട് കാര്യങ്ങൾക്ക് ശേഷം we are going to discuss about rating scales. So എന്താണ് റേറ്റിംഗ് സ്കെയിൽ? റേറ്റിംഗ് സ്കെയിൽ എന്ന് പറയുന്നതിൽ നമുക്കൊരു we have certain concept അല്ലെങ്കിൽ ചില പേഴ്സണെ കുറിച്ചിട്ടായിരിക്കും നമ്മൾ റേറ്റ് ചെയ്യുന്നത് ഓർ സഡൻ സിറ്റുവേഷൻസ്. സോ അങ്ങനെയുള്ള സിറ്റുവേഷൻസിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ പേഴ്സണെ കുറിച്ചിട്ട് അല്ലെങ്കിൽ കോൺസെപ്റ്റിനെ കുറിച്ചിട്ട് നമ്മൾ ഇൻഡിവിജ്വൽസിനോട് പറയുന്നു അവരുടെ ഒരു നമ്പറിലേക്ക്. ഓക്കെ, 1 to 10 ഉള്ള ഒരു റേറ്റിംഗ് ആണെങ്കിൽ ആ 10 നമ്പേഴ്സിൽ നിങ്ങൾ ഈ ആൾക്ക് എത്ര മാർക്ക് കൊടുക്കും, അല്ലെങ്കിൽ ഈ പെർട്ടിക്കുലർ സിറ്റുവേഷന് എത്ര മാർക്ക് കൊടുക്കും എന്നൊക്കെ ഉള്ള രീതിയിൽ റേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ റേറ്റിംഗ് സ്കെയിൽ എന്ന് വിളിക്കുന്നത്. So rating scale represents respondents with a question that focuses on a concept, person or situation and asks them to select from a number of choices. Rating scale is similar. So rating scale is similar in some respect to a multiple choice test, but its opinions represent the degree of a particular characteristics. Say for example, do you feel stressed? If you are giving an answer yes, ആ സ്ട്രെസ് എത്ര ഡിഗ്രിയിലാണ് അല്ലെങ്കിൽ എത്രത്തോളം നിങ്ങൾ സ്ട്രെസ്ഫുൾ ആണ് എന്നുള്ളത് നിങ്ങളോട് നമ്പറിലേക്ക് റേറ്റ് ചെയ്യാനായിട്ട് പറയും. സേ ഫോർ എക്സാമ്പിൾ, ദർ ഇസ് 1 to 10 പോയിന്റ് ഉള്ള ഒരു സ്കെയിൽ ഉണ്ടെന്ന് വിചാരിക്കും. ഇപ്പം നമ്മൾ സാധാരണ ഒരു സ്കെയിൽ പോലെ 1 to 10 ഒരു സ്കെയിൽ ഉണ്ടെന്ന് വിചാരിക്കും. സോ അതിലെ 1 എന്ന് പറയുന്നത് അല്ലെങ്കിൽ 0 to 10 ആയിരിക്കാം. ആ 0 എന്ന് പറയുന്നത് ഒട്ടും സ്ട്രെസ്ഡ് അല്ല, നോട്ട് അറ്റ് ഓൾ സ്ട്രെസ്ഡ് എന്നുള്ള ഒരു പോയിന്റ് ആണ് എങ്കിൽ ഗ്രാജുവലി 1 എന്ന് പറയുമ്പോൾ നോട്ട് അറ്റ് ഓൾ അല്ല, ഒരു ചെറിയ തോതിലുള്ള ഒരു സ്ട്രെസ് ഉണ്ട്. ഓക്കെ, ഇഫ് ഇറ്റ് ഇസ് 2 then it is greater than 1, റൈറ്റ്? അങ്ങനെ മാക്സിമം പോയിന്റ് എന്ന് പറയുന്നത് 10 ആക്കി നമ്മൾ ചിന്തിക്കാമെന്ന് വിചാരിച്ചു. 10 if the rating scale is 0 to 10 പോയിന്റ് ആണെങ്കിൽ നമ്മൾ 10 എന്ന് പറയുന്നത് മാക്സിമം സ്ട്രെസ്സിന് കൊടുക്കുന്ന വാല്യൂ ആണ് എങ്കിൽ നമ്മൾ ഒരു വ്യക്തിയോട് ചോദിക്കുന്നു, ഓക്കെ, ഇഫ് യു ഫീൽ സ്ട്രെസ്, വാട്ട് ഈസ് ദ ഡിഗ്രി ഓഫ് സ്ട്രെസ് വിച്ച് യു ആർ അണ്ടർഗോയിങ്? അപ്പം എത്രത്തോളം സ്ട്രെസ്സിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത്, അതിനെ നിങ്ങളൊന്ന് റേറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു 10 പോയിന്റ് സ്കെയിലാണ് റേറ്റ് ചെയ്യുന്നത്. 0 നോട്ട് അറ്റ് ഓൾ സ്ട്രെസ് എന്നുള്ളതാണ്, and 10 is the maximum stress which you are facing. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ കറണ്ട് സ്ട്രെസ്സിന് നിങ്ങൾ എത്ര പോയിന്റ്സ് കൊടുക്കും എന്നുള്ള രീതിയിൽ ആൾക്കാരോട് നമ്മൾ ചോദിക്കും. സോ they will give a നമ്പർ ചോയ്സ്. ഈ പറയുന്ന 10 പോയിന്റിലുള്ള ഒരു നമ്പറിലാണ് ആൾക്കാർ നമ്മുടെ പാർട്ടിസിപ്പൻസ് ചോയ്സ് തരിക. സോ ഇഫ് ഇറ്റ് ഇസ് 8, അപ്പം 8 എന്ന് പറയുന്ന ഒരു വാല്യൂ ആണ് തരുന്നതെങ്കിൽ ആവറേജ് അല്ലെങ്കിൽ മിഡിൽ വാല്യൂവിനേക്കാൾ കൂടുതൽ സ്ട്രെസ് ഉണ്ട്. അപ്പം തീരെ കുറവല്ല, എന്നാൽ മാക്സിമവും അല്ല. അങ്ങനെ ഒരു ഇന്റർപ്രിട്ടേഷൻ ആയിരിക്കും നമ്മൾ അവിടെ കൊടുക്കുക. So an example of a rating scale item is to what degree are you shy? ഇപ്പം ഷൈനെസിന്റെ കാര്യത്തിലാണെങ്കിൽ നിങ്ങൾ ഏത് ഡിഗ്രിയിലാണ് നിങ്ങൾ ഷൈനെസ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. So people might be asked to place this item on a rating scale from not at all to extremely. ഈ not at all എന്നുള്ളതായിരിക്കാം ചിലപ്പോൾ 0 എന്നുള്ള വാല്യൂ കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്, ആൻഡ് എക്സ്ട്രീം സ്ട്രെസ് എന്നുള്ളതായിരിക്കാം 10 പോയിന്റിലെ 10 എന്ന് പറയുന്ന റേറ്റ് പോയിന്റ് ഇൻഡിക്കേറ്റ് ചെയ്യും. സോ നമ്മളോട് പറയാണ് ഈ 0 തൊട്ട് 10 വരെയുള്ള ഡിജിറ്റ്സിൽ എവിടെയാണോ നമ്മുടെ ഈ സ്ട്രെസ്സിന്റെ വാല്യൂ നമുക്ക് ഫീൽ ചെയ്യുന്നത്, സോ വി ആർ റേറ്റിംഗ് ഓൺ ഇറ്റ്. എല്ലായ്പ്പോഴും ഒരു 10 പോയിന്റ് സ്കെയിൽ തന്നെ വേണമെന്നില്ല. മേ ബി ചിലപ്പം 3 പോയിന്റ് സ്കെയിൽ ഉണ്ടായിരിക്കാം, 5 പോയിന്റ് സ്കെയിൽ ഉണ്ടായിരിക്കാം, 7 പോയിന്റ് സ്കെയിൽ ഉണ്ടായിരിക്കാം. ഇങ്ങനെ പല സ്കെയിൽസ് ഉണ്ട്. ഇപ്പം ഈവൻ ചിലതിൽ 100 എന്നുള്ള പോയിന്റിൽ വരുന്ന സ്കെയിൽസും ഉണ്ടാവാറുണ്ട്. ഏത് പോയിന്റിലുള്ള സ്കെയിൽസും ആകാം, പക്ഷെ നമ്മൾ അതിലെ 0 ഇൻഡിക്കേറ്റ് നോട്ട് അറ്റ് ഓൾ ആൻഡ് ദ ഹയസ്റ്റ് വാല്യൂ ഇൻഡിക്കേറ്റ് ദ
extreme occurrence or appearance of that particular variable. Okay. അപ്പോൾ ഇവിടെ നമ്മൾ സ്ട്രെസ്സിന്റെ കാര്യത്തിലാണ്. ഇപ്പം വേറൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാൾ മരിച്ചുപോയി. ഓക്കെ, ആൻഡ് യു ഫീൽ സാഡ്. സാഡ്നെസ്സിനെ നിങ്ങൾ റേറ്റ് ചെയ്യുകയാണെങ്കിൽ 0 to 10 പോയിന്റിൽ സ്കെയിൽ ചെയ്യുകയാണെങ്കിൽ എക്സ്ട്രീം സാഡ് ആണ് എങ്കിൽ യു ക്യാൻ ഗിവ് എ മാർക്ക് ഓഫ് 10. ചിലപ്പോൾ എക്സ്ട്രീം ഇല്ലായിരിക്കാം, അതിന് ഇച്ചിരി താഴെ ആയിരിക്കാം. അങ്ങനെയാണെങ്കിൽ യു വിൽ ഗിവ് 9. ഓക്കെ, ഇങ്ങനെ ഇനി ഒരിക്കലും സാഡ് ആയിട്ട് ഫീൽ ചെയ്തില്ലെങ്കിൽ യു ക്യാൻ ഗിവ് 0 ഓൾസോ. സോ ബേസ്ഡ് ഓൺ ദാറ്റ്. അപ്പോൾ അത് തരും. അപ്പോൾ ഈ റേറ്റിംഗ് സ്കെയിലിൽ ഒരാൾ മെഷർ ചെയ്യുമ്പോൾ എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? നമ്മുടെ സബ്ജക്റ്റീവ് ഫാക്ടേഴ്സ് ആണ്. ഇപ്പൊ എനിക്ക് ഈ പെർട്ടിക്കുലർ ഇൻസ്റ്റൻസ് എങ്ങനെ ഫീൽ ചെയ്തു എന്നുള്ളതാണ് ഞാൻ റേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ റേറ്റിംഗ് സ്കെയിലിൽ നോട്ട് അറ്റ് ഓൾ തൊട്ട് എക്സ്ട്രീം വരെയുള്ള വാല്യൂസ് ആണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് എന്ന് നമ്മൾ മനസ്സിലായില്ല. Then let us see what are the demerits of rating scale. അപ്പം റേറ്റിംഗ് സ്കെയിലിന് ഒരുപാട് ഡീമെറിറ്റ്സ് ഉണ്ട്. സോ റേറ്റിംഗ് സ്കെയിലിൻ്റെ അകത്ത് റേറ്റിംഗ് സ്കെയിലിൻ്റെ ഒരു മേജർ ഡീമെറിറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എറേഴ്സ് ഉണ്ടാകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. സോ ഫസ്റ്റ് ടൈപ്പ് ഓഫ് സച്ച് ആൻ എറർ ഇസ് ഹാലോ ഇഫക്റ്റ്. Halo effect. This is the tendency on part of rater to be unduly influenced by a single favorable or unfavorable rate. ഇപ്പം ഞാൻ എല്ലാത്തിനും എന്നോട് ചോദിച്ച എല്ലാ കാര്യത്തിനും ഞാൻ ചിലപ്പോൾ 0.000 അല്ലെങ്കിൽ 111 എന്നുള്ളൊരു റേറ്റിംഗ് ആണ് കൊടുക്കുന്നത് എങ്കിൽ അത് ഏതെങ്കിലും ഒരു ഫേവറബിൾ അല്ലെങ്കിൽ ഒരു അൺഫേവറബിൾ റേറ്റിംഗിലേക്ക് നമ്മൾ ആ ഒരു റേറ്റിംഗിലേക്ക് മാത്രമായിട്ട് നമ്മൾ ചുരുങ്ങിപ്പോകും. അങ്ങനെ ഒരു ടെൻഡൻസി നമുക്കുണ്ട്. അങ്ങനെയുള്ള ടെൻഡൻസിക്ക് പറയുന്ന പേരാണ് ഹാലോ ഇഫക്റ്റ് എന്ന് പറയുന്നത്. സോ ഹാലോ ഇഫക്റ്റ് ഇസ് എ ടെൻഡൻസി ഓൺ ദ പാർട്ട് ഓഫ് റേറ്റേഴ്സിന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്ന ഒരു ടെൻഡൻസിയാണിത്. ടു ബി ഡ്യൂലി ഇൻഫ്ലുവൻസ്ഡ് ബൈ എ സിംഗിൾ ഫേവറബിൾ ഓർ അൺഫേവറബിൾ റേറ്റ്. ഇപ്പൊ ചിലര് ഫേവറബിൾ ആയിട്ടുള്ള റേറ്റ് ആയിരിക്കും എല്ലാത്തിനും കൊടുക്കും. ചിലർക്ക് നേരെ തിരിച്ചടിക്കാം, എല്ലാത്തിനും അവർ അൺഫേവറബിൾ ആയിട്ടുള്ള റേറ്റ് ആയിരിക്കാം കൊടുക്കുന്നത്. സോ ഡിപ്പെൻസ് ഓൺ ദ ആ ഒരു ഇൻഡിവിജ്വലിനെ ആശ്രയിച്ചിട്ടായിരിക്കും. ചിലപ്പോൾ ഫേവറബിൾ ആണോ, എല്ലാത്തിനും അൺഫേവറബിൾ ആണോ. പക്ഷെ ആക്ച്വലി ചിലപ്പോൾ നമുക്ക് റേറ്റ് ചെയ്യുമ്പോൾ ചിലതിന് ഫേവറബിൾ ആയിട്ടുള്ള റേറ്റിംഗ് ഉണ്ടാവാം, ചിലതിന് അൺഫേവറബിൾ ആയിട്ടുള്ള റേറ്റിംഗ് ഉണ്ടാവും. ആക്ച്വലി അങ്ങനെയാണ് വരേണ്ടത്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നു, എററിന്റെ നമ്മളുടെ ഒരു സബ്ജക്റ്റീവ് ഫാക്ടേഴ്സിന്റെ ഭാഗമായിട്ട് നമ്മൾ ഏത് ചോദ്യത്തിനും എല്ലാത്തിനും 111 ചെയ്യും, അല്ലെങ്കിൽ എല്ലാത്തിനും നമ്മളൊരു 7 അല്ലെങ്കിൽ 8 അല്ലെങ്കിൽ 9 അല്ലെങ്കിൽ 10 ഇങ്ങനെ ഒരു പെർട്ടിക്കുലർ വാല്യൂ എല്ലാത്തിനും കൊടുക്കുന്ന ഒരവസ്ഥ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒരവസ്ഥ നമ്മൾ പറയുന്ന പേരാണ് ഹാലോ ഇഫക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ഏതെങ്കിലും എല്ലാത്തിനും ഫേവറബിൾ ആയിട്ട് മാത്രം ആൻസർ കൊടുക്കുക, അല്ലെങ്കിൽ എല്ലാത്തിനും അൺഫേവറബിൾ ആയിട്ട് മാത്രം ആൻസർ കൊടുക്കുക. അങ്ങനെയുള്ള ഒരു ഇഫക്റ്റിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ഹാലോ ഇഫക്റ്റ് എന്ന് വിളിക്കുന്നത്. The second type of error is error of central tendency. Okay, error of central tendency എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളോട് ചോദിക്കുകയാണ്, നമ്മളോടിപ്പം ഒരു സദ്യ കഴിക്കാൻ പോകുന്നു, നമ്മളോട് ചോദിക്കുക സദ്യ നല്ലതായിരുന്നോ എന്ന് ചോദിച്ചാൽ ഇപ്പോഴത്തെ ജനറേഷൻ എപ്പോഴും തരുന്ന ഒരു ആൻസർ കുഴപ്പമില്ലായിരുന്നു എന്നാണ്. നല്ലതാണെന്നും പറയത്തില്ല, മോശമാണെന്നും പറയത്തില്ല, കുഴപ്പമില്ലായിരുന്നു, മീഡിയോക്കെയർ ആൻസർ ആണത്, അല്ലേ? സോ error of central tendency എന്ന് പറഞ്ഞാൽ it is a tendency to place a person in the middle of the scale and to avoid extreme positions. അപ്പം നമുക്ക് എക്സ്ട്രീം പൊസിഷൻസ്, ഇപ്പം ഒന്നെങ്കിൽ ചിലപ്പം മോശമായിരുന്നു എന്നുള്ള ഒരു അഭിപ്രായം ഉണ്ടാകാം, ചിലപ്പോൾ നല്ലതായിരുന്നു എന്നുള്ള അഭിപ്രായം ഉണ്ടാകും. അപ്പം ഇത് രണ്ടും എക്സ്ട്രീം പൊസിഷൻസ് ആണ്. ഒരു 3 point റേറ്റിംഗ് സ്കെയിലാണെങ്കിൽ 1 എന്ന് പറയുന്ന വാല്യൂ ഏറ്റവും ചെറുതും 2.3 എന്ന് പറയുന്നത് ഹയസ്റ്റ് സ്കോർ ആണ് എങ്കിൽ 1ഉം 3 എന്ന് പറയുന്നതും എക്സ്ട്രീം പൊസിഷൻസ് ആണ്. സോ എക്സ്ട്രീം പൊസിഷൻസിലേക്ക് ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പൊ ഞാൻ ഓൾവേസ് എന്ത് പൊസിഷനിൽ പിടിക്കും, മിഡിൽ പൊസിഷൻ. അതായത് എല്ലാത്തിനും ഞാൻ 2 എന്ന് മാത്രം റേറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടെന്ന് വിചാരിക്കുക. ഇങ്ങനെയുള്ള ഒരു എററിനെയാണ് എറർ ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്ന് വിളിക്കുന്നത്. Then the third error is leniency error. It refers to the reluctance of many raters to assign unfavorable rating. ചിലരോട് നമ്മൾ ഏത് കാര്യം ചോദിച്ചാലും
ഫേവറബിൾ ആയിട്ടുള്ളത് മാത്രമേ ഉണ്ടാവുള്ളൂ. അൺഫേവറബിൾ ആയിട്ട് ഒന്നും പറയാനുണ്ടാകത്തില്ല. എങ്ങനെയുള്ളത്? എല്ലാം നല്ലതായിരുന്നു. അവിടെ ചെന്നപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു? അതും നല്ലതായിരുന്നു. നിങ്ങൾ മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെയാ പെരുമാറിയത്? നല്ലതായിരുന്നു. ആരെങ്കിലും മോശമായിട്ട് പെരുമാറിയോ? ഇല്ല. എല്ലാം നല്ലതായിരുന്നു. എപ്പോഴും ഫേവറബിൾ ആയിട്ടുള്ള റേറ്റിങ്ങിന് മാത്രം പോവുക. സോ reluctance to many raters to assign unfavorable rating. ചിലയിടത്ത് നമുക്ക് അൺഫേവറബിൾ ആയിട്ടുള്ള റേറ്റിങ്ങിനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്, ബട്ട് യു ആർ നോട്ട് ഗിവിംഗ് സച്ച് എ റേറ്റിംഗ്. അങ്ങനെയുള്ള ഒരു എററിന് പറയുന്ന പേരാണ് ലീനിയൻസി എറർ എന്ന് പറയുന്നത്. സോ റേറ്റിംഗ് സ്കെയിൽ എന്താണ്? നമ്മളൊരു കോൺസെപ്റ്റിനെ കുറിച്ച് അല്ലെങ്കിൽ ഒരു പേഴ്സണെ കുറിച്ച് നമ്മൾ ആളെ റേറ്റ് ചെയ്യുന്നു, ഒരു സ്കെയിലിൽ മെഷർ ചെയ്യുന്നു. അപ്പം നോട്ട് അറ്റ് ഓൾ ടു എക്സ്ട്രീം എന്ന് പറയുന്ന വരെയുള്ള പൊസിഷൻസ് അതിൻ്റെ അകത്ത് ഉണ്ടാവും. നമ്മൾ ഇത് കൂടുതലും സബ്ജക്റ്റീവ് ആയിട്ടുള്ള കാര്യമാണ്, അതുകൊണ്ട് തന്നെ എറേഴ്സ് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. റേറ്റിംഗ് സ്കെയിലിൽ വരുന്ന കോമൺ ആയിട്ടുള്ള എറേഴ്സ് എന്ന് പറയുന്നത്, ഫസ്റ്റ് വൺ ഈസ് ഹാലോ ഇഫക്റ്റ്, സെക്കൻഡ് വൺ ഈസ് error of central tendency, and third one is leniency error. So this is all about rating scale. So now we are going to discuss about correlational research, a little correlational method. The correlational research studies that investigate the relationship between variables to determine whether they occur together at a rate significantly higher than would be expected to happen by chance. ഇപ്പം നമുക്ക് കോറിലേഷണൽ റിസർച്ച് എന്ന് പറയുന്നത് എന്താണ്? രണ്ട് വേരിയബിൾസ് ഉണ്ട്. ആ വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ്, ഇപ്പം ഒരെണ്ണം ഉണ്ടാകുമ്പോൾ അടുത്തത് ഉണ്ടാവുന്നുണ്ടോ എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള നമ്മുടെ ഒരു റിസർച്ചാണ് നമ്മൾ കോറിലേഷണൽ റിസർച്ചിൽ ചെയ്യുക. അതായത് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വേരിയബിൾസ് ആണ് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, so correlational researches are studies that investigate the relationship between variables to determine whether they occur together at a rate significantly higher than would be expected to happen by chance. അപ്പം ചില കാര്യങ്ങൾ ബൈ ചാൻസ് സംഭവിക്കുന്ന കാര്യങ്ങളുണ്ട്. ഇത് ബൈ ചാൻസ് സംഭവിച്ചതാണോ അതോ ഒരു വേരിയബിൾ ഉണ്ടായതുകൊണ്ടാണോ അടുത്ത വേരിയബിളിൽ മാറ്റം വന്നത്? ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള ഇൻവെസ്റ്റിഗേഷനിലാണ് നമ്മൾ എന്ത് നോക്കുന്നത്? Correlational research എന്ന് ചെയ്യുന്നത്. Okay, so correlational research often deals with variables that is beyond researchers' power to control. നമ്മുടെ കൺട്രോളിനപ്പുറത്തേക്കുള്ള കാര്യങ്ങളായിരിക്കും കൂടുതലും കോറിലേഷണൽ റിസർച്ചിൽ സാധാരണഗതിയിൽ നമ്മൾ നോക്കുക. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പം ഏജ്, ജെൻഡർ, റേസ് ഇങ്ങനെയുള്ളതിനെ കുറിച്ചിട്ടൊക്കെ ഉള്ളത് കോറിലേഷണൽ സ്റ്റഡീസിലാണ് നമ്മൾ സാധാരണ, കാരണം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഫാക്ടേഴ്സ് അല്ല. So this method is useful for studying variables that cannot ethically be imposed on people just for the sake of science. For instance, drug addiction, emotional abuse. അപ്പം ഇതൊക്കെ നമുക്ക് എന്താ പറയുക, ആരും അടിച്ചേൽപ്പിച്ച് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല. നമ്മൾ ഈ വേരിയബിൾസിനെ നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ അത് അൺഎത്തിക്കലാണ്. സോ നമ്മൾ എന്താ ചെയ്യുന്നത്? നാച്ചുറൽ ഒക്കറിങ് ഓഫ് ഇൻസ്റ്റൻസസ് ഉണ്ടാവും, അതിന്റെ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ അത് നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നു. ഓക്കെ, ഇപ്പം എന്താണ് ഡ്രഗ് അബ്യൂസ് കൂടുതലുള്ളിടത്ത് ഇമോഷണൽ അബ്യൂസ് കൂടുതലുണ്ടോ കുറവുണ്ടോ? അപ്പം നമുക്ക് കുറച്ചുപേരെ ഡ്രഗ് അബ്യൂസിങ് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാനൊന്നും പറ്റില്ല. സോ അവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്? ഡ്രഗ് അബ്യൂസ് ചെയ്യുന്നവരിലാണ് നമ്മൾ പോയിട്ട് ഈ പറഞ്ഞ സ്റ്റഡി നടത്തുന്നത്. സോ നാച്ചുറലി ഒക്കറിങ് ആയിട്ടുള്ള ഇൻസ്റ്റൻസസിലായിരിക്കും നമ്മൾ ഇങ്ങനെയുള്ള റിസർച്ചുകൾ നടത്തുന്നത്. ഓക്കെ, സോ കോറിലേഷൻ റിസർച്ചിൽ നമ്മൾ മെയിനായിട്ടും ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നത് എന്താണ്? റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വേരിയബിൾസ് ആണ്. അപ്പം രണ്ട് വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പിനെയാണ് നമ്മൾ കോറിലേഷണൽ റിസർച്ചിൽ നമ്മൾ അനലൈസ് ചെയ്യോ അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യോ ചെയ്യുന്നത്. സേ ഫോർ എക്സാമ്പിൾ, ഇപ്പം നമുക്ക് പ്രൊഡക്ഷൻ കൂടുതലുണ്ട് എങ്കിൽ ഡിമാൻഡ് പൊതുവെ കുറവായിരിക്കും. ഇനി പ്രൊഡക്ഷൻ കുറവാണെങ്കിൽ ഡിമാൻഡ് കൂടുതലായിരിക്കും. സോ അവിടെ നമ്മളൊരു റിലേഷൻഷിപ്പാണ് നോക്കുന്നത്. അപ്പോൾ പ്രൊഡക്ഷനും ഡിമാൻഡും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് നോക്കുന്നത്. അപ്പം ചിലയിടത്ത് പ്രൊഡക്ഷൻ കൂടുന്നു, അപ്പോൾ എന്താണ് ഡിമാൻഡ് കുറയുന്നു. പക്ഷെ ചിലയിടത്ത് പ്രൊഡക്ഷൻ കുറയുകയാണെങ്കിൽ ചിലയിടത്ത് അപ്പം ഡിമാൻഡ് കൂടുതലായിരിക്കും. ഓക്കെ, ചിലപ്പോൾ എന്താ പറയുക, ചില അപ്പം പെട്രോളിൻ്റെ പ്രൈസ് കൂടി,
പെട്രോളിന്റെ പ്രൈസ് കൂടിയപ്പോൾ ഓട്ടോമാറ്റിക്കലി എല്ലാ സാധനങ്ങളുടെയും വില കൂടി. അപ്പം അത് ഒരേ ഡയറക്ഷനിൽ കൂടുന്നതായി. ഇങ്ങനെ നമുക്ക് റിലേഷൻഷിപ്പ് പല രീതിയിൽ പഠിക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇപ്പോൾ കോറിലേഷണൽ റിസർച്ചിൽ നമ്മുടെ റിലേഷൻഷിപ്പിന്റെ ഡിഗ്രി എന്ന് പറയുന്നത് നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്കലി കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്ന വാല്യൂന്ന് പറയുന്ന പേരാണ് കോറിലേഷൻ കോഎഫിഷ്യന്റ് എന്ന് പറയും. So in correlation research, the degree of relationship between two variables is statistically calculated and is called correlation coefficient. അപ്പം നമ്മൾ രണ്ട് വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് നമ്മൾ നോക്കുമ്പോൾ എന്താ ചെയ്യുന്നത്, അത് നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്കലി ആ വാല്യൂസ് സിഗ്നിഫിക്കൻ്റ് ആണോ ഇല്ലയോ എന്ന് നോക്കാൻ പറ്റും. അപ്പം അങ്ങനെ കോറിലേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് കോറിലേഷൻ കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ കോറിലേഷൻ കോഎഫിഷ്യന്റ് സാധാരണഗതിയിൽ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ബിറ്റ്വീൻ -1 ആൻഡ് +1. അപ്പം -1നും +1നും ഇടയ്ക്കുള്ള ഒരു നമ്പറിലായിരിക്കും കോറിലേഷൻ കോഎഫിഷ്യന്റ് നമുക്ക് കിട്ടുക. So the correlation coefficient ranges between -1 to +1. അപ്പം -1 ആണ് അല്ലെങ്കിൽ -1നും 0യ്ക്കും ഇടയ്ക്കാണ് എങ്കിൽ ദാറ്റ് ഇൻഡിക്കേറ്റ്സ് നെഗറ്റീവ് കോറിലേഷൻ. ആൻഡ് ബിറ്റ്വീൻ 0 to +1 ആണെങ്കിൽ ദാറ്റ് ഇൻഡിക്കേറ്റ് പോസിറ്റീവ് കോറിലേഷൻ. സോ കോറിലേഷൻ്റെ വാല്യൂവിൻ്റെ നേച്ചർ അനുസരിച്ചിട്ട് we can say that whether it is positive correlation or it is negative correlation. Okay, ഇപ്പോൾ ചില വേരിയബിൾസ് തമ്മിൽ കോറിലേഷൻ കോഎഫിഷ്യന്റ് നോക്കുമ്പോൾ you will get a value of 0. So what do you mean by that? If the correlation coefficient is 0, that indicates there is no relation between these two variables. അതായത് ഈ രണ്ട് വേരിയബിൾസും കംപ്ലീറ്റ്ലി unrelated ആണ് എന്നാണ് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. When two variables are found to change in the same direction, that is ഒരു വേരിയബിൾ ഇപ്പോൾ പെട്രോളിന്റെ പ്രൈസ് കൂടി അപ്പോൾ സാധനങ്ങളുടെ വിലയും കൂടി, സെയിം ഡയറക്ഷനാണ്. സോ ഇങ്ങനെയുള്ള സെയിം ഡയറക്ഷനുള്ള കോറിലേഷന്റെ കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത് പൊതുവെ we will get in between 0 to +1 ഇതിലേക്കായിരിക്കും നമുക്ക് കിട്ടുക. അങ്ങനെയാണെങ്കിൽ ദാറ്റ് കോറിലേഷൻ, ആ കോറിലേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് കൺസിഡർഡ് ആസ് പോസിറ്റീവ് കോറിലേഷൻ. ഓക്കെ, ഇനി ചില കോറിലേഷൻ, ഈ കോറിലേഷൻ്റെ നമ്മൾ പറഞ്ഞു 0 to +1 വരെയുള്ള കാര്യത്തെക്കുറിച്ച് പറഞ്ഞു. ഇനി നെഗറ്റീവ് കോറിലേഷൻ എന്ന് പറഞ്ഞ ഒന്നുണ്ട്. അതെന്ന് പറയുന്നത് 0 to -1 എന്ന് പറയുന്ന ആ ഒരു വാല്യൂവിലാണ് വരുന്നതെങ്കിൽ ദാറ്റ് കോറിലേഷൻ ഇസ് നെഗറ്റീവ് കോറിലേഷൻ. അപ്പൊ നെഗറ്റീവ് കോറിലേഷന്റെ പ്രത്യേകത എന്താണ്? ഇഫ് വൺ വേരിയബിൾ ഇൻക്രീസസ് as the other variable decreases. ഇപ്പോൾ ഒന്ന് കൂടുകയാണെങ്കിൽ മറ്റത് കുറയും. ഇപ്പോൾ പ്രൊഡക്ഷൻ കൂടുകയാണ് എങ്കിൽ ഡിമാൻഡ് കുറയും. ഇപ്പൊ ഡിമാൻഡ് കൂടുതലുള്ള ഒരു സാധനത്തിന് ചിലപ്പോൾ പ്രൊഡക്ഷൻ കുറവായിരിക്കും, അല്ലെങ്കിൽ പ്രൊഡക്ഷൻ കുറവാണെങ്കിലായിരിക്കും എന്ത് കൂടുന്നത്? ഡിമാൻഡ് കൂടുന്നത്. സോ ഇറ്റ് ഈസ് ഇൻവേഴ്സ്ലി റിലേറ്റഡ്. അതായത് ഒരു വേരിയബിൾ ഇൻക്രീസ് ചെയ്തപ്പം ദ അതർ വേരിയബിൾ ഡിക്രീസ്. അപ്പം അങ്ങനെയുള്ള കോറിലേഷൻ കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത് ദ വാല്യൂ വിൽ ബി ബിറ്റ്വീൻ 0 to -1. ഇങ്ങനെയുള്ള കോറിലേഷനെയാണ് നമ്മൾ നെഗറ്റീവ് കോറിലേഷൻ എന്ന് വിളിക്കുന്നത്. സോ കോറിലേഷൻ കോഎഫിഷ്യന്റ് നമ്മൾ 2-3 കാര്യങ്ങളാണ് ഇതിൻ്റെ ഓർക്കേണ്ടത്. കോറിലേഷണൽ റിസർച്ച് എന്ന് പറയുന്നത് എന്താണ്? റിലേഷൻഷിപ്പിനെ പറ്റി, അതായത് രണ്ട് വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് നമ്മൾ അവിടെ പഠിക്കുന്നത്. ദെൻ കോറിലേഷൻ കോഎഫിഷ്യന്റ് റേഞ്ച്, അതായത് കോറിലേഷൻ കോഎഫിഷ്യന്റ് നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്കലി കാൽക്കുലേറ്റ് ചെയ്യുമ്പം ദാറ്റ് കോറിലേഷൻ കോഎഫിഷ്യന്റ് എന്ന് പറയുന്ന നമ്പർ റേഞ്ച് ചെയ്യുന്നത് ഫ്രം -1 to +1 ആണ്. If the value is, if the correlation coefficient is 0, that indicates there is no relationship between this variable. അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി അൺറിലേറ്റഡ് ആയിട്ടുള്ള വേരിയബിൾ ആണ് എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, then there are two other types. One is positive correlation and the other one is negative correlation. Positive correlation എന്ന് പറയുന്നത് വാല്യൂ വിൽ ബി ബിറ്റ്വീൻ 0 and +1 അതിനിടയ്ക്കായിരിക്കും.
സോ പോസിറ്റീവ് കോറിലേഷൻ എന്ന് പറയുന്നത് രണ്ട് വേരിയബിൾസ് ഒരു വേരിയബിൾ ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് ദ അതർ വേരിയബിൾ ഓൾസോ ഇൻക്രീസസ് ആൻഡ് ദ റേഞ്ച് ഓഫ് ദിസ് correlation coefficient will be between 0 to +1. And second type of correlation is negative correlation. That means one variable increases, the other variable decreases. അപ്പം ഇങ്ങനെയുള്ളിടത്ത് കോറിലേഷൻ കോയഫിഷ്യന്റിന്റെ റേഞ്ച് എന്ന് പറയുന്നത് ബിറ്റ്വീൻ 0 to -1 ആയിരിക്കും. ഓക്കെ, അപ്പം അങ്ങനെയുള്ള കോറിലേഷനെ നമ്മൾ നെഗറ്റീവ് കോറിലേഷൻ എന്ന് പറയും. ആൻഡ് ദീസ് വേരിയബിൾസ് ആർ ഇൻവേഴ്സ്ലി റിലേറ്റഡ് എന്നും നമ്മൾ പറയാറുണ്ട്. ഓക്കെ, അപ്പം ഇതാണ് കോറിലേഷൻ കോയഫിഷ്യന്റിനെ കുറിച്ചിട്ടുള്ള മേജർ ആയിട്ടുള്ള കാര്യങ്ങൾ. ഇനി കോറിലേഷൻ കോയഫിഷ്യന്റ് നമ്മൾ 0 to +1 എന്ന് പറയും. ഓക്കെ, +1 അടുത്തുള്ള വാല്യൂസ് ആണ്. ഓക്കെ, 0.99 എന്നൊക്കെ ഉള്ള വാല്യൂസ് ആണ് കിട്ടുന്നതെങ്കിൽ ആ രണ്ട് വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് സ്ട്രോങ്ങർ ആണ് എന്നാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ +1 അടുത്തുള്ള വാല്യൂസ് ആണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ, അല്ലെങ്കിൽ -1 അടുത്തുള്ള വാല്യൂസ് ആണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ ദാറ്റ് റിലേഷൻഷിപ്പ് സ്ട്രോങ്. അതേസമയം 0 അടുത്തുള്ളതാണ് എങ്കിൽ ആ റിലേഷൻഷിപ്പ് അത്ര സ്ട്രോങ് അല്ല എന്നാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ക്ലിയർ? കോറിലേഷൻ കോയഫിഷ്യന്റിന്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും എന്താണെന്ന് നോക്കാം. മെറിറ്റ്സ് ഓഫ് ദ കോറിലേഷൻ കോയഫിഷ്യന്റ് എന്ന് പറയുന്നത് ഇറ്റ് അലൗസ് us to make prediction. അപ്പം നമുക്ക് രണ്ട് വേരിയബിൾസ് തമ്മിൽ റിലേറ്റഡ് ആണ് എന്ന് നമുക്കറിയാമെങ്കിൽ, ഒരു വേരിയബിളിനെ കുറിച്ച് നമുക്ക് ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ we will be able to predict the other variable. ഓക്കെ, ഇപ്പൊ നമുക്കറിയാം പെട്രോളിന്റെ വില കൂടുകയാണെങ്കിൽ നമുക്കറിയാം സാധനങ്ങളുടെ വില ഓട്ടോമാറ്റിക്കലി കൂടും. We can predict that. Okay. ഇനി it allows us to make educated guess about what the causes of something might be. എന്താണ് ചില കാര്യങ്ങളുടെ കോസസ് എന്നുള്ളത് നമുക്കൊരു എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളത് ഗസ് ചെയ്യാനുള്ള പ്രൊവിഷൻ നമുക്ക് ആര് തരുന്നുണ്ട്? കോറിലേഷൻ റിസർച്ച് തരുന്നുണ്ട്. Third point is it is used to study behavior in many real life settings. Real life settings ബിഹേവിയറിനെ കുറിച്ച് സ്റ്റഡി ചെയ്യാൻ എന്ത് റിസർച്ച് മെത്തേഡാണ് നല്ലത്? കോറിലേഷണൽ റിസർച്ച് മെത്തേഡാണ് നല്ലത്. It is often highly efficient and can yield a large amount of interesting data in a short time. നമുക്ക് വലിയ ടൈം ലിമിറ്റ് ഇല്ലാതെ ഒരു ലാർജ് എമൗണ്ട് ഓഫ് ഡേറ്റ കിട്ടാനുള്ള സാധ്യതയും എവിടെ ഉണ്ട്? കോറിലേഷൻ കോഎഫിഷ്യന്റിന്റെ കാര്യത്തിൽ ഉണ്ട്, കോറിലേഷൻ റിസർച്ചിന്റെ കാര്യത്തിൽ ഉണ്ട്. And the last point, it can be extended to include many different variables at once. അപ്പോൾ നമുക്ക് പല ഡിഫറെൻ്റ് ആയിട്ടുള്ള വേരിയബിൾസിലേക്ക് ഒരേ സമയം ഇതിനെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാനും പറ്റും എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കുക. ആൻഡ് ദ ലാസ്റ്റ് പോയിന്റ് ഇസ് demerits of the correlational research. ഇപ്പോൾ കോറിലേഷണൽ റിസർച്ചിൽ നമ്മൾ പറഞ്ഞു റിലേഷൻഷിപ്പ് ആണ് നമ്മൾ എസ്റ്റാബ്ലിഷ്, അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് രണ്ട് വേരിയബിൾ തമ്മിൽ റിലേഷൻഷിപ്പ് ഉണ്ടോ ഇല്ലയോ എന്നാണ് നമ്മൾ നോക്കുന്നത്. പക്ഷെ ഇതിൻ്റെ ഒരു മേജർ ഡീമെറിറ്റ് എന്താണെന്ന് വെച്ചാൽ റിലേഷൻഷിപ്പ് ഉണ്ടോ എന്നറിയാം, പക്ഷെ നമുക്ക് കോസ് ഇഫക്റ്റ് റിലേഷൻഷിപ്പ് നമുക്ക് കോറിലേഷണൽ ഫൈൻഡിങ്സ് വെച്ചിട്ട് പറയാനായിട്ട് പറ്റാറില്ല. സോ we cannot determine the cause and effect relationship from the correlation findings alone. So this is all about correlational research. Correlation research എന്താണെന്ന് മനസ്സിലാക്കുക, രണ്ട് വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ്. Then correlation coefficient in the range between -1 to +1. 0 ആണെങ്കിൽ that indicates no correlation. Then what is positive correlation? What is negative correlation? അതിൻ്റെ സ്ട്രെങ്ത് എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യാം. Then what are the correlation coefficientന്റെ സ്ട്രെങ്ത്, കോറിലേഷൻ സ്ട്രോങ് കോറിലേഷൻ ആണോ വീക്ക് കോറിലേഷൻ ആണോ എന്നുള്ളത് ഈ പോസിറ്റീവ് വണ്ണിനോട് അടുത്തിരിക്കുകയാണെങ്കിൽ സ്ട്രോങ് കോറിലേഷൻ എന്ന് പറയും. ഓക്കെ, 0 അടുത്തുള്ള വാല്യൂസ് ആണെങ്കിൽ ദാറ്റ് ഇൻഡിക്കേറ്റ്സ് നെഗറ്റീവ് കോറിലേഷൻ. അപ്പം ഇങ്ങനെയാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, ഓൾവേസ് വണ്ണിനോട് അടുത്തുള്ള കോറിലേഷൻ ഇറസ്പെക്റ്റീവ് ഓഫ് ദ സൈൻ, നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്നുള്ളത് നോക്കാതെ വണ്ണിനോട് അടുത്തുള്ള കോറിലേഷൻസ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? പോസിറ്റീവ് സ്ട്രോങ് കോറിലേഷൻസ് ആയിരിക്കും. ഓക്കെ, then last one ഇതിൻ്റെ ഒരു ഡീമെറിറ്റ് എന്താണ്? മെറിറ്റ്സ് ആൻഡ് ഡീമെറിറ്റ്സ്. പലതരത്തിലുള്ള മെറിറ്റ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു. And there is one demerit also, that is positive relationships
നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് കോറിലേഷൻ റിസർച്ചിന് പറ്റാറില്ല. ഓക്കെ, so that is all about correlational research.